ഞാൻ റന ഫാത്തിമന്റെ ഉമ്മാണ്, കുറെ പേർക്ക് അറിയായിരിക്കും. എന്റെ പൊന്ന് ചങ്ങാതി, എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കാ, ഈ സാധനം അടിയന്തരാവസ്ഥക്കാലത്ത് ഉണ്ടായതാണോ? ഭയങ്കര ഇറിറ്റേറ്റിംഗ്, അങ്ങനെ ഒട്ടും റെസ്പെക്ട് ഇല്ലാത്തത്, അഹങ്കാരി, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. കൊല്ലണേനേക്ക പിള്ളേരുണ്ടാക്കിയിട്ടിരിക്കുന്നു. ഞാനെന്താ അത്രയ്ക്ക് മോശം? അയ്യോ അതുകൊണ്ടല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ബിഗ് ബോസ് ഹൗസ് ആണ്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ഗെയിം കളിക്കാനാണ് അവിടെ പോയത്. ഉറപ്പാണല്ലോ? ഉറപ്പാണ് സാർ. അല്ലാതെ എല്ലാരും റെസ്പെക്ട് ചെയ്യാനും ഇതാക്കാനും അല്ല പോയത്. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചാട്ടോ. കാരണം എനിക്കറിയാം എന്റെ മോള് മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയാം. അയ്യോ ആശാനെ, ഇയാൾ അത്രക്കാരനല്ല, പഞ്ചപാവ. എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് വളർന്ന് ഇന്നും റെസ്പെക്ട് കൊടുക്കുന്ന മോള് തന്നെയാണ് അവള്. നല്ല തങ്കം പോലത്തെ ആ പെൺകുട്ടിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. പാടില്ലായിരുന്നു, ഒരിക്കലും പാടില്ലായിരുന്നു. മധു, ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. ഇന്നലെ ഞാൻ പറഞ്ഞു ചൈന ഭാഷ പറയുന്നോടാ. ഇവക്ക് അതിന്റെ മീനിങ് അറിയാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ പറഞ്ഞിട്ട് പോലും അവൾ അത് എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചോണ്ടിരിക്കുകയാണ്. അവൾക്ക് കിട്ടിയിരിക്കുന്ന മുഴുവൻ എന്റെ ബുദ്ധിയാ. തന്നെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തികളോടോ കുട്ടികളോടോ മറ്റേ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ആളുകളെ വിളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ലാങ്, ചൈനീസിലെ ഒരു സ്ലാങ് ആണ്, ഒരു പ്രയോഗമാണ് ഈ റെനെ എന്ന് പറയുന്ന വിവരമില്ലാത്ത എവള് വിളിച്ചേക്കുന്നത്. കൊള്ളാം, നല്ലവാ. ആളൊരു ഭയങ്കര തന്നെ. അത് അനുമോളെ ആവട്ടെ, ആരെ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ മാതിരി തോന്നിവാസം വിളിക്കുന്ന ഇവക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. കൂടെയുള്ള അപ്പാനിയും അക്ബറും ബിന്നിയും വന്നിട്ട് പറയുന്നുണ്ട് അത് വിളിക്കരുത്, തെറ്റാണെന്ന് പറഞ്ഞതിന് ശേഷവും ഈ വിവരമില്ലാത്ത ഇവള് വന്നിട്ട് വിളിക്കുകയാണ്. അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. പട്ടിക്കും അനുമോളുടെ അതേ മുഖച്ചായം അല്ലേ? കൂശുമ്പ് തന്നെ കൂശുമ്പ്. എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി. ഇവള് നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി. പോ പെണ്ണിറങ്ങി. നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് വളർന്ന് ഇന്നും റെസ്പെക്ട് കൊടുക്കുന്ന മോള് തന്നെയാണ് അവള്. ആദ്യം എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? ഇന്നും റെസ്പെക്ട് കൊടുക്കുന്ന മോള് തന്നെയാണ് അവള്. മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തരുത്, അഹങ്കാരം മൂത്തമത്ത് ചിതയായി പോകും.